ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ നടക്കാൻ പോകുന്നതിന്റെ അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത്, അങ്ങനെ നമ്മുടെ തമിഴില് മയില്, അതായത് നമ്മുടെ ദേവി ഇങ്ങനെ സ്കൂളിലാണ് ജോലിക്ക് പോണെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് ഹോട്ടലില് ജോലിക്ക് പോവാട്ടോ. അങ്ങനെ ഹോട്ടലില് ഫുഡ് സെർവ് ചെയ്യുന്ന ജോലിയാണ് ദേവിക്ക്. അങ്ങനെ ദേവി പല കള്ളത്തരങ്ങളും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. രാവിലെ വലിയൊരു IT കമ്പനി കാണിച്ചിട്ട് ആ കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെന്നാണ് കേട്ടോ നമ്മുടെ ആനന്ദിനോട് പറയുന്നത്. അതിനുശേഷം ആ കമ്പനിയിൽ വണ്ടി നിർത്തി ആനന്ദ് വിടുന്നുണ്ട്. ദേവി ആ കമ്പനിയുടെ ഉള്ളിൽ കയറുന്ന പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് ആനന്ദാണ് ദേവിനെ കമ്പനിയിൽ നിന്ന് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോഴും ദേവി വാതിക്കൽ കാത്തു നിൽക്കും. എന്നിട്ട് ആനന്ദ് വരുമ്പോൾ വാതിൽ കയറി പോവാണ് ചെയ്യുന്നത്. അപ്പൊ ദിവസവും ഇത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ 1.5-2 മാസം ആകുമ്പോഴേക്കും നമ്മുടെ ആനന്ദും കൂട്ടുകാരനും കൂടിയിട്ട് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുവാട്ടോ. ആ ഹോട്ടലിൽ എത്തുന്ന കൂട്ടുകാരൻ ചോദിക്കണ്ട ആനന്ദിനോട്, എടാ നിനക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്ന് ചോദിക്കണം. എടാ നീ എന്താച്ചാ പറഞ്ഞോ എന്ന് പറയാം, കുഴപ്പമൊന്നും ഇല്ലാതെ പറയണം. അങ്ങനെ നമ്മുടെ ദേവി ഓർഡർ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓർഡർ എടുക്കാൻ വേണ്ടി വരുമ്പോഴേക്കും നമ്മുടെ ഈ ആനന്ദിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, 2 ചിക്കൻ ബിരിയാണി, പിന്നെ ചിക്കൻ 65, പിന്നെ എന്താണ് വേണ്ടത്, ചിക്കൻ കറി, അങ്ങനെ കുറെ ഐറ്റംസ് ഇങ്ങനെ പറയാട്ടോ. ഓക്കെ സർ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ദേവി ഫുഡ് എടുക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പൊ ആനന്ദ് ദേവിനെ കാണില്ല കേട്ടോ. അപ്പൊ ഈ കൂട്ടുകാരന് ചെറിയൊരു സംശയം തോന്നുകയാണ്. പക്ഷെ കൂട്ടുകാരൻ അത് പറയത്തൊന്നുമില്ല. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവി ഫുഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അവർക്ക് രണ്ടിങ്ങനെ ബിരിയാണി 2 ഇങ്ങനെ പ്ലേറ്റിലാക്കി കൊടുക്കുവാണ്. പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേവി ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയുന്നുണ്ട്, സർ സോറി, ചിക്കൻ 65 ആയിട്ടില്ല, ഇട്ടിട്ടേ ഉള്ളൂ, പെട്ടെന്ന് 5 മിനിറ്റ് തന്നെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് സെർവ് ചെയ്യാണ്. അപ്പൊ കൂട്ടുകാരൻ ആനന്ദ് ഇങ്ങനെ തോണ്ടുവാണ്, എടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തോണ്ടുവാണ്. പെട്ടെന്ന് ആനന്ദ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോകാട്ടോ, ദേവീനെ കാണാണ്. പക്ഷെ ദേവി ഇതൊന്നും കാണുന്നൊന്നുമില്ല. ദേവി നമ്മുടെ ആനന്ദിനെ കാണുന്നില്ല. ആനന്ദ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ദേവി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ദേവി പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടിപ്പോകാട്ടോ. ഞെട്ടിപ്പോകുമ്പോഴേക്കും ദേവിനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ആനന്ദ് ഇങ്ങനെ ദേവി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ആനന്ദ് ഇങ്ങനെ ദേവി ഇങ്ങനെ ഞെട്ടിപ്പോയിട്ട് ഇങ്ങനെ ആനന്ദേട്ടാന്ന് പറഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ വിറച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക കേട്ടോ. അത് കാണുമ്പോഴേക്കും അവിടുത്തെ മാനേജർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പണിയെടുക്കാൻ അറിയില്ലേ, കസ്റ്റമറിന്റെ മുമ്പിലാണോ വെള്ളം ഇങ്ങനെ കോരി ഒഴിക്കണത്, അതൊക്കെ തുടച്ച് ക്ലീൻ ആക്ക്. 1.5 മാസമായി പണിക്ക് വന്നിട്ട്, എന്നിട്ട് മേനക്കൊരു ജോലി പോലും ചെയ്യാൻ അറിയില്ല. ഇങ്ങനെ ശമ്പളം തരില്ല കേട്ടോ, മര്യാദക്ക് കസ്റ്റമർക്ക് സോറി പറ എന്ന് പറയണം. അത് കേൾക്കുന്നത് നമ്മുടെ ആനന്ദിന്റെ ദേഷ്യം വരുവാണ്. ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവാണ്. അത് കാണുന്ന മാനേജർ പറയുന്നുണ്ട്, കണ്ടില്ലേ, കസ്റ്റമർ വഴക്കിട്ടിട്ട് പോയിരിക്കുക, എല്ലാത്തിനും കാരണം നീയാണ്, കസ്റ്റമർ ഡീൽ ചെയ്യാൻ പോലെ അറിഞ്ഞൂടാ, പോകത്ത് എന്ന് വേണ്ട നമ്മുടെ മാനേജർ വഴക്ക് പറയട്ടോ. അങ്ങനെ നമ്മുടെ ദേവി അകത്ത് കയറി പോകുവാണ്. അപ്പൊ കൂട്ടുകാരനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ആനന്ദ് ഇങ്ങനെ കണ്ണു വെച്ച് ദേവിയുടെ പുറത്തു വാ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കാട്ടോ. അങ്ങനെ ആനന്ദ് പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ്. ദേവി ആനന്ദിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ആനന്ദേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. മിണ്ടിപ്പോവരുത് നീ അപ്പോ എന്നോട് കള്ളം പറയുമായിരുന്നു അല്ലേ? അത് ആനന്ദേട്ടാ, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ, സർട്ടിഫിക്കറ്റ് വേണ്ടി നീ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഞാൻ ജോലി ശരിയാക്കി തന്നതല്ലേ എന്ന് പറയാണ്. അത് അവിടുത്തെ ജോലി ശരിയായില്ല, പിന്നെ മാത്രമല്ല എല്ലായിടത്തും ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് പറ്റില്ല, ഒറിജിനൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി തന്നെ വേണോന്ന് പറഞ്ഞു. അതിന് അപ്ലൈ ചെയ്തിട്ടില്ലേ ഉള്ളൂ, 2-3 മാസം കഴിയുമ്പോ കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണോ ദേവി നീ ഇവിടെ വർക്കിന് വന്നത്? ആനന്ദേട്ടാ, ജോലി കിട്ടുന്നവരാ, ജസ്റ്റ് ഒരു പാർട്ട് ടൈം ആയിട്ട് വർക്കിന് വരാന്ന് വിചാരിച്ചതാണ്. ദേവി, നീ ഹോട്ടൽ ജോലി ചെയ്യണേ എനിക്ക് കുഴപ്പമില്ല, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും മാന്യതയുണ്ട്. പക്ഷെ നീ കള്ളം പറഞ്ഞു, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. ദേവി, ഇതിന് 1.5 മാസമായിട്ട് ഭാര്യ ജോലി ചെയ്യണത് എവിടെയാന്ന് അറിയാൻ പാടാത്തൊരു ഭർത്താവാണ് ഞാനെന്ന് പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരെ കളിയാക്കുവാ എന്നാ. നിനക്കത് അറിയാവോ? ആനന്ദേട്ടാ സോറി, ആനന്ദേട്ടാ പ്ലീസ് ആനന്ദേട്ടാ, ഇത് വീട്ടിൽ നിന്നിട്ട് അച്ഛനും അമ്മയുടെ പറയല ആനന്ദേട്ടാ എന്ന് പറയണം. അതിനെന്ന് ആലോചിക്കട്ടെ. എന്നാലും നീ എന്നെ ഭയങ്കര മണ്ടനാക്കി കളഞ്ഞു ദേവി. രാവിലെ വലിയ ആളായിട്ട് നീ കമ്പനിയിലേക്ക് പോകും, കമ്പനിയിൽ നിന്ന് തിരിച്ചു വരുന്നു, വീട്ടിൽ വന്നിട്ട് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചിരിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുത്തിയത് നിന്റെ കാര്യത്തില്. എന്തായാലും ദേവി, ഇത് കുറച്ച് കൂടിപ്പോയി, നീ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോകുവാട്ടോ. ദേവിക്കാണെങ്കിൽ ആകെ കയ്യും കാലൊക്കെ ഇങ്ങനെ വിറച്ചിരിക്കുകയാണ്. അങ്ങനെ ആനന്ദ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ. അതായത് അമ്പലത്തിൽ അതായത് ദേവിയും അതുപോലെ തന്നെ മീനാക്ഷിയും മിത്രം ഇവരെല്ലാരും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാണ്. അപ്പൊ ദേവി അന്ന് ഇങ്ങനെ പറഞ്ഞത് ലീവ് കിട്ടില്ല, കമ്പനിയിൽ ലീവ് കിട്ടില്ലെന്ന് പറഞ്ഞാണ് തടി തപ്പണത്. കാരണം ഹോട്ടലിൽ ദേവിക്ക് ലീവ് കൊടുക്കില്ലല്ലോ. അങ്ങനെ ദേവി അങ്ങനെയാണ് പറഞ്ഞു നിൽക്കണത്. അപ്പൊ ഇങ്ങനെ ദേവി അന്ന് വൈകിയാട്ടോ വീട്ടിലേക്ക് വരും. ദേവി കയ്യും കാലൊക്കെ ഇങ്ങനെ വിറച്ചു വരണം. എല്ലാവരും ദേവിനെ തന്നെ സൂക്ഷിച്ചു നോക്കാണ്. ദേവിക്ക് ആകെ പേടിയും. ഈശ്വര, സത്യങ്ങളൊക്കെ ആനന്ദേട്ടൻ പറഞ്ഞു എന്ന് തോന്നുന്നു. പെട്ടിയും കിടക്കെ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങി പോകേണ്ടി വരും ഈശ്വര. ഇതൊക്കെ ഇവിടെ പേടിച്ച് അകത്തേക്ക് കയറുവാട്ടോ ദേവി. ആ സമയത്ത് ബാലൻ പറഞ്ഞു, എന്താ മോളെ ഇത്ര വൈകിയത്, നിനക്ക് ഈ ജോലി പറ്റുന്നില്ലെങ്കിൽ നേരത്തെ പറയാൻ പാടില്ലേ എന്ന് പറയണം. അയ്യോ അച്ഛ, അത് എന്ന് പറയുമ്പോഴേക്കും എല്ലാം എനിക്ക് മനസ്സിലായി, എല്ലാം പറഞ്ഞു. നിനക്ക്
ആ ജോലി ഭയങ്കര പാടാണെന്നൊക്കെ ഇവൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും ദേവിക്ക് അപ്പഴാണ് സമാധാനം ആവണത്. ഹാവോ, അപ്പൊ ആനന്ദേട്ട സത്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ദേവിക്ക് മനസ്സിലാവാട്ടോ. അതിനുശേഷമാണെങ്കിൽ ദേവിയാണെന്നുണ്ടെങ്കിൽ ആനന്ദിനെ നോക്കുമ്പോഴേക്കും ആനന്ദ് പറയണ്ട്, അല്ല ദേവി, നീ ഞാൻ അറിഞ്ഞ സത്യം നീ എപ്പോഴാ ഇവരോട് പറയുന്നത്? സത്യമോ? എന്ത് സത്യം? അല്ല, ഞാനൊരു സത്യം അറിഞ്ഞല്ലോ ഇന്ന്, അത് ഇവരോട് എപ്പോഴാ പറയണേന്ന്? അത് അത് ഇപ്പൊ തന്നെ പറയണം. അത് ആനന്ദേട്ട, ഞാൻ ഇപ്പൊ പറ ദേവി, ഞാൻ അറിഞ്ഞ സത്യം ഇവരും കൂടി അറിയട്ടെ, പറ, എന്താ മോളെ സത്യം എന്ന് ഗോമതി ചോദിക്കുമ്പോ, അത് അമ്മേ, അത് നീ എന്താ നിന്ന് വെപ്രാളപ്പെടാതെ കുറെ നേരം അത് അമ്മേ അത് എന്ന് പറഞ്ഞോണ്ടിരിക്കണ കാര്യം എന്താന്ന് പറ. അത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആനന്ദ് പറയണ്ട, വേണ്ട ഞാൻ തന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് ആനന്ദ് പറയാണ്, വേറൊന്നും അല്ല അച്ഛാ, ഇവൾക്ക് ജോലി സ്ഥലത്തുനിന്ന് ലീവ് കിട്ടി, അമ്പലത്തിൽ മിത്രയുടെ കൂടെ മീനാക്ഷിയുടെ കൂടെ ഇവള് പോകും. ആഹാ, അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ ഇന്നലെ വരെ നീ പറഞ്ഞത് ലീവ് കിട്ടിയിട്ടില്ല, തരില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോ ആനന്ദ് പറയണ്ട്, ലീവ് കിട്ടി, അത് ഇവള് എന്നോട് പറഞ്ഞു, അതാ ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ഹാവോ, എന്തായാലും സമാധാനമായി എന്ന് മീനാക്ഷി പറയണം, നമുക്ക് മൂന്നുപേർക്ക് അടിച്ചു പിടിച്ചിട്ട് പോയിട്ട് വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ശരി എന്ന് പറയാണ്. എന്റെ ദേവി ഒരു മൂലക്ക് മാറുന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കട്ടെ, ബെഡ്റൂമിൽ രാത്രി പോവാതെ. അത് കണ്ടുകൊണ്ട് മീനാക്ഷി വരുന്നുണ്ട്. എന്താ ദേവി എടുത്ത് ആലോചിച്ചുകൊണ്ടിരിക്കണത്? ആനന്ദേട്ടനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്താ ആനന്ദേട്ടൻ എന്തെങ്കിലും പറഞ്ഞു മീനാക്ഷി എടുത്ത്? എന്നോടൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങളുടെ രണ്ടൊരു പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരും തന്നെയല്ലേ തീർക്കേണ്ടത്. അല്ല, ആനന്ദേട്ടന്റെ മുഖം ആകെ എന്തോ പോലെ ഇരിക്കുന്നു. ദേവി എടുത്ത് അങ്ങനെ തന്നെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല, ആനന്ദേട്ടനും വർക്ക് ഞാനും വർക്ക്, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ, അതിന്റെ ചില വിഷമങ്ങളാണ് എന്ന് പറയാട്ടോ. അങ്ങനെ ദേവി പതുങ്ങി ബെഡ്റൂമിലേക്ക് പോവാണ്. ആനന്ദ് ഭയങ്കര ദേഷ്യത്തിലാണ്. ആനന്ദ് പറഞ്ഞിട്ട്, എന്നാലും ദേവി, എന്റെ കൂട്ടുകാരൻ കളിയാക്കി ചിരിക്കാണ്. ഭാര്യ 1.5 മാസമായിട്ട് ഹോട്ടലില് ജോലിക്ക് പോകുന്ന പോലും അറിയാത്ത ഭർത്താവാണ് ഞാനെന്ന് പറഞ്ഞ് അവരൊക്കെ എന്നെ കളിയാക്കാണ്. എല്ലാത്തിനെക്കാളും നീയാണ് ദേവി. സത്യം പറ ദേവി, നീ ഈ കള്ളം മാത്രമാണോ, അത് വേറെന്തെങ്കിലും കള്ളം എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കണം ദേവി തല കൊമ്പിട്ട് നിൽക്കുകയാണ്. നോക്കു ദേവി, നീ എന്നോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിപ്പോ സമ്മതിക്കണം. ഞാൻ എങ്ങാനും നിന്നെ നാളെ ആ സത്യം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നോട് ക്ഷമിക്കില്ല. ഞാനും നീയും തമ്മിലുള്ള ബന്ധം അന്ന് അവിടെ അവസാനിക്കും എന്ന് പറയണം. ദേവി പേടിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വേറൊരു കള്ളവും പറഞ്ഞിട്ടില്ല എന്ന് ആനന്ദിനോട് പറയണം. ആനന്ദ് പറയുന്നുണ്ട്, നിന്റെ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അത് കിട്ടാൻ വരാ നിനക്ക് വീട്ടിലിരുന്നാ പോരെ, നീ എന്തിനാ ജോലിക്ക് പോയത്, എന്തിനാ ഹോട്ടൽ ജോലിക്ക് പോയത് എന്ന് ചോദിക്കാണ്. നീ ആ ഹോട്ടലിൽ അവിടുത്തെ മല്ലി മുളകൊക്കെ ആരാ അവിടെ കൊണ്ട് എത്തിക്കണെന്ന് അറിയാവോ? നമ്മുടെ കടയിൽ നിന്നാണ് ആ ഹോട്ടലിലേക്ക് മല്ലി മുളകൊക്കെ എത്തിക്കണത്. ആ ഹോട്ടലിൽ നീ ജോലിക്ക് പോയത് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. ഇന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, നാളെ മുതൽ ആ ജോലിക്ക് പോകണ്ട. ആനന്ദേട്ട, അത് പോകണ്ടെന്ന് വെച്ചാ പോകണ്ട ദേവി. നോക്ക്, ആ കടക്കാർക്ക് മാത്രല്ല, നമ്മുടെ പരിചയക്കാർ ഒരുപാട് പേര് ആ ഹോട്ടലിൽ പോവാറുണ്ട്. ആരെങ്കിലും കറഞ്ഞു കഴിഞ്ഞാൽ അതോടെ തീർന്നു. ഞാൻ ഈ ഒരു പ്രാവശ്യത്തേക്ക് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഞാൻ ക്ഷമിക്കുമെന്ന് വിചാരിക്കണ്ട. ഇനി നിന്റെ ഭാഗത്ത് എന്തിനും കള്ളത്തരുണ്ടെങ്കിൽ ദേവി, പിന്നെ ഈ ആനന്ദ് ഇതുപോലെ ആയിരിക്കില്ല, നിന്നോട് ഒരു ഇതിനും ഞാൻ വരത്തില്ല എന്നൊക്കെ ആനന്ദ് പറയാണ്. അത് കേൾക്കണ ദേവിക്ക് ആകെ ടെൻഷൻ ആണ് കേട്ടോ. കാരണം കള്ളത്തരം മാത്രമാണല്ലോ ദേവിയും വീട്ടുകാരും പറഞ്ഞിരിക്കണത്. ആ ഒരു പേടിയാണ് ദേവിക്ക്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.